ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പം നമ്മൾ ഇന്ന് സെയിൽഫോഴ്സിൽ ഒരു അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് സെയിൽഫോഴ്സ് ഓർഗിനെ കുറിച്ച് അല്ലെങ്കിൽ സെയിൽഫോഴ്സ് കൺസോളിനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാം. സെയിൽഫോഴ്സിൽ നമ്മുടെ റിയൽ ബിസിനസ് നടക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഓർഗ് എന്ന് വിളിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ ഓർഗിൽ ബിസിനസിൻ്റെ ലൈവ് ഡേറ്റ അഥവാ റിയൽ ഡേറ്റ ആയിരിക്കും ഉണ്ടാവുക. സപ്പോസ് നമുക്ക് അതിനകത്ത് ഒരു ഫംഗ്ഷനാലിറ്റി ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയൊരു ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യണമെന്ന് ഇരിക്കട്ടെ. അപ്പം നമ്മൾ പ്രൊഡക്ഷനിൽ ഡയറക്റ്റ് കയറി ചേഞ്ചസ് വരുത്തുന്നത് ബുദ്ധിയല്ല. കാരണം പ്രൊഡക്ഷനിൽ ലൈവ് ഡേറ്റ ആണുള്ളത്. അതെന്തെങ്കിലും സംഭവിച്ചാൽ അത് ബിസിനസ്സിനെ ബാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൻ്റെ ഒരു കോപ്പി അഥവാ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എടുക്കും. എന്നിട്ട് ആ ചേഞ്ചസ് അതിൽ ചെയ്ത് നോക്കും. ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എൻവയോൺമെൻറ്റിനെ നമ്മൾ സാൻഡ് ബോക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ സാൻഡ് ബോക്സിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കും. അതായത് നമ്മുടെ ഫംഗ്ഷനാലിറ്റീസ്, പുതിയൊരു ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ പ്രോസസ്സിൽ മാറ്റം വരുത്തണമെങ്കിലോ അതെല്ലാം നമ്മൾ ഈ സാൻഡ് ബോക്സിനകത്ത് ചെയ്ത് നോക്കും. എന്നിട്ട് സാൻഡ് ബോക്സിൽ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മളിതിനെ സാൻഡ് ബോക്സ് ടു പ്രൊഡക്ഷനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇതിന് ഡിപ്ലോയ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സാൻഡ് ബോക്സ് തന്നെ രണ്ട് തരമുണ്ട്: ഫുൾ കോപ്പി സാൻഡ് ബോക്സ് ആൻഡ് പാർഷ്യൽ സാൻഡ് ബോക്സ്. ഇതുപോലെ തന്നെ ഫുൾ കോപ്പി സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ്റെ എക്സാക്ട് റെപ്ലിക്കേറ്റ്. എന്നാൽ പാർഷ്യൽ സാൻഡ് ബോക്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ ഡേറ്റ മാത്രം റെപ്ലിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊന്നാണ് ഡെവലപ്പർ കൺസോൾ. ഇത് നമുക്ക് സെയിൽഫോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റീസ് ചെക്ക് ചെയ്യാനോ അതല്ല ടെസ്റ്റ് ചെയ്യാനോ ഡീബഗ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് സെയിൽഫോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഡെവലപ്പർ കൺസോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അവർ പ്ലേ ഗ്രൗണ്ട് എന്നാണ് വിളിക്കുന്നത്. സോ ഇത് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇതിന് എക്സ്പയറി ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് സെയിൽഫോഴ്സിൽ കയറി റിയൽ ടൈം സിനാറിയോസ് എല്ലാം ചെക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു എൻവയോൺമെൻറ്റ് യൂസ് ചെയ്യാം. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡെവലപ്പർ കൺസോളിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിലേക്ക് പോകാം. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രൗസർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവിടെ developer.salesforce.com എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും. സോ നമുക്കിത് ഫുൾ സ്ക്രീൻ വെക്കാം. എന്നിട്ട് ഇവിടെ ബ്രൗസ് ട്രയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രൗസ് ട്രയൽസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴോട്ട് വരുമ്പോൾ സൈൻ അപ്പ് ഫോർ സെയിൽഫോഴ്സ് ഡെവലപ്പർ എഡിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരാം. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് നെയിം, ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് നമ്മളൊരു അക്കൗണ്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെയിൽസ്ഫോഴ്സ് മലയാളം എന്ന് കൊടുക്കാം. ഇമെയിൽ ഐ ഡി ഞാൻ എൻ്റെ സെയിൽസ്ഫോഴ്സ് മലയാളം എന്ന് പറയുന്നത് ഇമെയിൽ ഐ ഡി കൊടുത്തു. നമ്മുടെ റോള് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ ആരായിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് കൊടുത്താലും ഒരേ തരത്തിലുള്ള പോർട്ടൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ കമ്പനി നമുക്ക് എന്ത് വേണം കൊടുക്കാം. ഞാനിവിടെ സെയിൽസ്ഫോഴ്സ് മലയാളം .org എന്ന് കൊടുക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓർഗ് കൊടുക്കാം. കൺട്രി ഇന്ത്യ, പോസ്റ്റൽ കോഡ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. കേരള. പോസ്റ്റൽ കോഡ് എടുത്തു. ഓക്കെ, യൂസർ നെയിം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസർ നെയിം എന്ന് പറയുന്നത് യൂണീക്ക് ആയിരിക്കണം. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത യൂസർ നെയിം വെച്ചിട്ട് പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പം ജിമെയിലിനകത്തൊക്കെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജിമെയിൽ ഐ ഡി എപ്പോഴും യൂണീക്ക് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇവിടെയും യൂസർ നെയിം യൂണീക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജിമെയിൽ ഐ ഡി തന്നെ കൊടുക്കാം. കാരണം ഒരു ഇമെയിലിന് ഒരു അക്കൗണ്ട് വെച്ചാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് എഗ്രി കൊടുക്കുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ദെൻ സൈൻ അപ്പ്. ഓൾമോസ്റ്റ് ദെയർ. സോ കുറച്ച് സമയം പിടിക്കും. നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മെയിലിലോട്ട് പോകാം. ചെക്ക് ചെയ്താലും ഇമെയിൽ വന്നിട്ടുണ്ടോ. ഇതാണ് നമ്മുടെ ഇൻബോക്സിൽ വന്നിരിക്കുന്ന പുതിയ
ഇമെയിൽ ഇതിനകത്ത് വെരിഫൈ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ URL അവർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂസർ നെയിമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂസർ നെയിം. സോ ഇപ്പം നമ്മളിത് ഒന്നെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് വെരിഫൈ യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്കൊരു പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഇതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. 50 ക്യാരക്ടേഴ്സ് വേണം, ഒരു ലെറ്റർ വേണം, ഒരു നമ്പർ വേണം. അതുള്ള ഇതൊരു ക്യാരക്ടേഴ്സ് എന്ത് വേണം നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, മാച്ച് ചെയ്തു. നമുക്ക് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കത് ആൻസർ ചെയ്യാം. ഞാൻ ചുമ്മാ ഏത് വേണമെങ്കിലും കൂടെ. ഇത് നമ്മൾ സപ്പോസ് നമ്മുടെ പാസ്വേഡ് നമ്മൾ മറന്നു പോവാണെങ്കിൽ സെയിൽഫോഴ്സ് നമ്മളോട് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്ന, നമ്മളൊരിക്കലും മറക്കാത്തൊരു ക്വസ്റ്റ്യൻ വേണം ഇതിനൊന്ന് സെലക്ട് ചെയ്യാൻ. ഏത് ക്വസ്റ്റ്യൻ വേണം സെലക്ട് ചെയ്യാം. ഞാൻ ഇതിനകത്ത് വാട്സ് പെറ്റ്സ് നെയിം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് എടുത്തേക്കുന്നത്. ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടി ചുമ്മാ ക്യാറ്റ് എന്നുള്ളത്. അപ്പോൾ മറക്കത്തില്ലല്ലോ. ചേഞ്ച് പാസ്വേഡ്. സോ ടടാ, ഇത്രയുള്ള സാധനം. ഇപ്പോഴേക്കും നമ്മുടെ സെയിൽഫോഴ്സ്, ഇതാണ് നമ്മുടെ സെയിൽഫോഴ്സ് പ്ലാറ്റ്ഫോം. കണ്ടോ, നമ്മൾ ഇതിനകത്ത് ലോഗിനുമായി വന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്കിതിൻ്റെ വാക്ക് അറൗണ്ടായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ ബൈ, സ്റ്റേ ട്യൂൺ.